ഈ SA-299 ജോയിൻറ്റ് ഓഡിറ്റേഴ്സിൻ്റെ ഹൗ ടു ഡെവലപ്പ് ജോയിൻറ്റ് ഓഡിറ്റ് പ്ലാൻ, അഡ്വാൻറ്റേജ് ഓഫ് ജോയിൻറ്റ് ഓഡിറ്റ്, പിന്നെ ബേസ് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അമംഗ്സ് പ്രാക്ടീസിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ അത് സിറ്റുവേഷൻ റിസോൾവ് ചെയ്യും, അങ്ങനത്തെ ടോപ്പിക്സ് ഒന്ന് നോക്കി വെച്ചോളൂ. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. ഇത് ഏത് അറ്റംപ്റ്റ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. മാർച്ച് 2000 എനിക്കൊന്നും ഞാൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടാവും. ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ലേ നമ്മൾ ക്ലാസ്സിൽ ഇത് തന്നെയല്ലേ വന്നിട്ടില്ല നോക്കിയേ. സ്റ്റോക്ക് 50,000, ഡെറ്റേഴ്സ് 45,000, അല്ലെങ്കിൽ 5,000 മറ്റേ 3 മാസത്തിൽ പഴക്കമുള്ള ആൾക്കാർ, ക്രെഡിറ്റേഴ്സ് 50,000. ഇത് തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്. സ്റ്റോക്ക് 50,000, വാല്യൂ ഓഫ് ഡെറ്റേഴ്സ് 45,000, അതിൽ 5,000 മറ്റേ പഴയ ആൾക്കാർ, ക്രെഡിറ്റേഴ്സ് 15,000, സാങ്ഷൻ ലിമിറ്റ് 45,000, മാർജിൻ 20% ഓൺ സ്റ്റോക്ക്, ഡെറ്റേഴ്സിൻ്റെ മേലെ 50%, ഡെറ്റേഴ്സിൻ്റെ മേലെ 50%. നമ്പർ പോലും തെറ്റാണ്ട്, നമ്പർ പോലും മാറ്റാതെ, അമൗണ്ടുകൾ പോലും തിരുത്താണ്ട് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. അത് എനിക്കൊന്ന് സെപ്റ്റംബർ 24 May 24 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. സെയിം ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ആൻസർ എനിക്ക് കാണാൻ പാടാണ്. ഇത് എല്ലാ ബാച്ചിലും നമ്മൾ ചെയ്യുന്നില്ലേ. എന്താണ് നിങ്ങൾക്ക് ആൻസർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 48,000 എന്ന് പറഞ്ഞ് വരും ഡ്രോയിങ് പവർ. പക്ഷേ സാങ്ഷൻ ലിമിറ്റ് 45,000 ആണ്. 45,000 പോകും. സെയിം താനം. 4 മാർക്ക്. എന്റെ റോൾ മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. ഈ ക്ലോസസ് ആദ്യമേ വായിക്കാം. ഇത് വായിച്ച് സെറ്റാക്കിയിട്ട് ബാക്കി ഒന്ന് നോക്കിയിരുന്നാൽ മതി. നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല. 230, 300, 570 ഈ എസ്എസ് നോക്കി വെച്ചോ. എക്സ്പെൻഡിച്ചർ എടുത്ത് നോക്കി വെച്ചോ. കൂട്ടത്തോട് പറഞ്ഞേ മറ്റേ വീട് കാട് കയറിയുന്നു. ഓഡിറ്റ് സ്ട്രാറ്റജി എങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതിൻ്റെ അകത്തുള്ള 5 പോയിന്റിലത്തെ how to ascertain the characteristics of the engagement, how to ascertain the reporting objectives, identifying the characteristics of the engagement, ascertaining the reporting objectives and timetable for the entities reporting, പിന്നെ considering the factors that are required in directing the engagement team's effort. ഓഡിറ്റ് സ്ട്രാറ്റജിയിൽ താഴത്തെ 3 പോയിന്റ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഈ 3 ഹെഡിങ്സിന് താഴെ സബ് പോയിന്റ്സ് ഉണ്ട്. ഒരു 4 പോയിന്റ് വെച്ച് അത് പഠിച്ചു വെച്ചോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാൻ ഇതിലേതെന്ന് പറഞ്ഞാൽ ചോദിക്കാൻ ചാൻസ് ഭയങ്കര ഹൈ ആണ്. Powerful people make places powerful. അപ്പോൾ ഒരു ഹൈ എക്സ്പെക്ടേഷനിൽ വെക്കാവുന്ന ഒരു എസ് ആണ് SA 505 എക്സ്റ്റേണൽ കൺഫർമേഷൻസ്. Offer closes soon.